ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SM KL04 വ്ലോഗ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ക്യാരറ്റ് കേക്കാണ്. ക്യാരറ്റും ഡേറ്റ്സും കൂടെ ഉള്ളൊരു അടിപൊളി ക്രിസ്മസ് കേക്കാണ്. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ കുറഞ്ഞ ചിലവിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയുള്ളൊരു ക്യാരറ്റ് കേക്ക് നമുക്ക് വീട്ടിലും പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ക്രിസ്മസിന് ഇതുപോലൊരു കേക്ക് നമുക്കും വീട്ടിലുണ്ടാക്കാം. പോകാം വീഡിയോയിലേക്ക്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 4 വലിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തേക്കുന്നതാണ്. ഇത് ഏകദേശം 2 കപ്പ് അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് ഡേറ്റ്സ് ആണ്. ഇപ്പം ഞാനൊരു 1/4 കപ്പ് അളവിൽ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് 1 കിലോഗ്രാം അളവിനുള്ള ഒരു കേക്കാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്യിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് പഞ്ചസാര അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേന് ഇതുപോലെ ഒന്ന് തട്ടി ഇട്ട് കൊടുക്കുക. അതങ്ങ് മെൽറ്റായിട്ട് വന്നോളൂ. സൈഡെല്ലാം നമ്മളിങ്ങനെ ഒന്ന് വെടിയിപ്പിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുമ്പോഴത്തേന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. സൈഡിലൊക്കെ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മളിതൊന്ന് മെൽറ്റ് ചെയ്യിച്ചെടുക്കുക. എല്ലായിടവും നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ കിടക്കുമ്പോൾ തന്നെ അതുപോലെ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരും. അപ്പോൾ ഫുള്ളായിട്ട് പതഞ്ഞ് വരണം. ഈ ടൈമിലൊന്നും ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക ചെയ്യരുത്. നമ്മുടെ ക്യാരമൽ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ അളവെടുത്ത പാത്രത്തിന് തന്നെ 1/2 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ടുണ്ട്. അത് കുഴപ്പമില്ല. നമ്മൾ മിക്സ് ചെയ്തിട്ട് വരുമ്പോഴത്തേനും മെൽറ്റായിട്ട് വന്നോളൂ. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നല്ലതായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സിറപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് വരുന്നിട്ടുണ്ട് ഇപ്പം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു പിടി അളവിൽ റൈസിൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി കുറുകി കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് കട്ടയായി പോകും. ഇനി നമുക്കൊരു അരിപ്പ എടുക്കാം. അതിലേക്ക് 2 കപ്പ് മൈദയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ 1 കിലോയുടെ കേക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് 2 കപ്പ് മൈദയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 240 ml കപ്പിന്. ഇപ്പം അതിലും കുറച്ച് ഇപ്പോൾ 1/2 കിലോയുടെ കേക്കൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ നേർപകുതി ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. 2 പ്രാവശ്യമെങ്കിലും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അരിച്ചു കഴിഞ്ഞു. ഇനി ഒരു പ്രാവശ്യവും കൂടെ നമുക്കൊന്ന് അരിച്ചിട്ടെടുക്കാം. നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യം കൂടെ ഒന്ന് അരിച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം അരിച്ചിട്ടുണ്ട്. അരിച്ച് നമുക്ക് ഈ മൈദേനെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ 240 ml ആ അളവിന് തന്നെ 1 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 6 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്കൊരു ജാർ എടുക്കാം. അതിലേക്ക് 4 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണേ. കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ടയൊക്കെ തണുത്തതാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലാക്കി വെക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊരു 30 സെക്കൻഡ് ഹൈ സ്പീഡിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 30 സെക്കൻഡ് ഒന്ന് ഹൈ സ്പീഡിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 30 സെക്കൻഡും കൂടെ ഹൈ സ്പീഡിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് ലോ സ്പീഡിലിട്ട് അടിച്ചെടുക്കണം. നമ്മൾ അടിച്ചെടുത്ത ഈ മിക്സ് നമുക്ക് നേരിട്ട് ഇതിലേക്ക് തന്നെ ചൂടെല്ലാം ആറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷമായിരിക്കണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് ചെറിയ രീതിയിലൊന്ന് കട്ടയായിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേനും കട്ടയെല്ലാം മാറിക്കോളും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദയിലേക്ക് ഒരു 10-15 കാഷ്യൂസ് ഒന്ന് ക്രഷ് ചെയ്തതാണ് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കിത് കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ടെടുക്കാം. വിസ്ക് ഉപയോഗിച്ച് നമുക്കിതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കാം. വിസ്കിന് പകരം നമുക്ക് സ്പാച്ചില ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ടെടുക്കാം. കട്ട കെട്ടാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണമെന്നേ ഉള്ളൂ. 2-3 പ്രാവശ്യമായിട്ട് നമുക്കിതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ടൈമിൽ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കേക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുവാണ്. കട്ട കെട്ടാതെ ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തേക്കുന്നത് 9 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ ആണ്. അതിലൊന്ന് ഓയിൽ പുരട്ടിയിട്ട് ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തേക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബാറ്ററും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്ത് ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂസും കൂടെ വെച്ച് കൊടുക്കാം. നമ്മൾ കാഷ്യൂസ് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് നേരത്തെ തന്നെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ എടുത്തേക്കുന്നത് ചെമ്പാണ്. അതിലേക്ക് നമുക്ക് ഈ കേക്ക് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടപ്പ് അടച്ചു കൊടുത്തിട്ട് നമുക്കൊരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ വെന്തോന്ന് ആദ്യം നോക്കേണ്ടത് നടുഭാഗമാണ്. അന്നേരം ഈ നടുഭാഗത്ത് നമുക്ക് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പടം കുത്തി ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുക. വെന്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് പിടിച്ചിരിക്കും. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് വിടിയിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് വിടിയിച്ചെടുക്കാം. ഇതുപോലൊന്ന് കമഴ്ത്തി കൊടുക്കുമ്പോൾ ഇതിങ്ങ് പോന്നോളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറും കൂടെ അങ്ങ് മാറ്റി കൊടുക്കാം. നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കുറഞ്ഞ ചേരുവകൾ ചേർത്ത് കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ക്രിസ്മസിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നല്ല സ്മെല്ലുമാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതുപോലൊന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല സോഫ്റ്റുമാണ്. നല്ല സോഫ്റ്റാണ്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്തും കൂടെ നോക്കാം. സ്മെല്ലടിച്ചിട്ടാണെങ്കിൽ എനിക്ക് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. മധുരമൊക്കെ കറക്റ്റാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ കേക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അന്ന് തന്നെ കഴിക്കുന്നതിലും നല്ലത് പിറ്റേ ദിവസത്തേക്കായിരിക്കും. നമ്മുടെ ഈ കേക്ക് 3 ദിവസത്തേക്ക് വരെ നമുക്ക് പുറത്ത് വെക്കാം. അതിൽ കൂടുതൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് 7 ദിവസം വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം എല്ലാവരും ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്.
അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.